എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയേണ്ട കുറച്ച് ലാഗായിപ്പോയി നമ്മളെ വീഡിയോ. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വീഡിയോ ഒരുമിച്ച് ഇടണമെന്ന് വിചാരിച്ചിന്. കാരണം നമ്മൾ MDT കോളേജിൽ ഓട്ടോ ഷോയിൽ നമ്മൾ പോയിക്കിന്. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത്. അപ്പം ഞാൻ അണ്ടർ സീറ്റിങ്ങിൻ്റെ ആദ്യം എടുത്ത കുറച്ച് ഷോട്ടുകളൊക്കെ ഉണ്ട് ഇനി. അപ്പം നമ്മൾ ഫിറ്റ് ചെയ്യണതും പിന്നെ അത് ടെസ്റ്റ് ചെയ്യണമൊക്കെ അല്ലേ, അതൊക്കെ എടുത്ത് എൻ്റെ കമ്പനിക്കാരൻ്റെ ഫോണിലേക്കൊക്കെ ആക്കി. പിന്നെയാണ് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ലാസ്റ്റ് മറ്റേ ഇൻട്രോ വീഡിയോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് ഒക്കെ ഗോപ്രോയിൽ ഇനി അത് അതിലേക്ക് കയറ്റാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി MDT കോളേജ് ഓട്ടോ ഷോൻ്റെ മറ്റേ ഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടി ഒപ്പരം ഇടാമെന്ന്. പക്ഷേ അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും പണി കിട്ടിയത്. സംഗതി അവിടുന്ന് ഗോപ്രോവിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. സംഗതി ഒന്നും ബാക്കപ്പ് ആവണില്ല. കാരണം നമ്മൾ കുറച്ച് ഷോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളെ ഒന്ന് അവിടുന്ന് കുറച്ച് എന്താ വെച്ചാൽ ഏതൊക്കെ കാറുകളാണ് വന്ന് ആ ഒരു ഷോട്ടും പിന്നെ മറ്റേ എന്താ പറയുക സ്വിഫ്റ്റ്, ഒരു ഗ്രേ സ്വിഫ്റ്റ് ഉണ്ടായിന്. ഗ്രേ സ്വിഫ്റ്റ് നല്ലോണം ഫ്ലെയിം വരുന്നുണ്ടായിന്. അപ്പോൾ അതൊക്കെ മിസ്സായിപ്പോയി. അതാണ് ആദ്യം ഞാൻ കയറുമ്പോൾ തന്നെ എടുത്തത്. പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. പക്ഷേ അത് നമ്മൾ പരിപാടി കഴിഞ്ഞ് പോണത് എക്സോസ്റ്റ് ഫ്ലെയിം ചെയ്യുന്ന വീഡിയോ എൻ്റെ ഫോണിൽ എടുത്തത്. പിന്നെ ഒന്നും കിട്ടിയില്ല, ഗോപ്രോയിലൊന്നും കിട്ടിയില്ല, ഒക്കെ ഫോണിലാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇപ്പം നമുക്ക് നമ്മളെ അണ്ടർ സീറ്റിംഗ് വീഡിയോയിലെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ ക്ലാമ്പ് സെറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ബെൻഡ് ഇറക്കിയിട്ട് എക്സോസ്റ്റ് കയറ്റാം. അപ്പോൾ ആദ്യം നമുക്ക് ക്ലാമ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്ലാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ ബെൻഡ് ഒന്ന് ഇറക്കിയതിൻ്റെ ശേഷം നമുക്ക് എക്സോസ്റ്റ് ഇടാം. അങ്ങനെ നമ്മൾ R1M ആട്ടോ നമ്മൾ അണ്ടർ സീറ്റിങ്ങിൽ ഇടണം. മറ്റേ എക്സോസ്റ്റ് പിന്നെ എനിക്കൊരു ചടപ്പ് പോലെ, കാരണം ഏറ്റവും കൂടുതൽ സൗണ്ട് കേൾക്കാനൊരു സുഖം ഈ R1Mലാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോവാം.
the next day. അങ്ങനെ ഇത് നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡായിപ്പോയി. നമ്മളെ എക്സോസ്റ്റ് ബെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കി ഇടുമ്പോഴത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ്. നല്ല കൊതുകുകളൊക്കെ ഉണ്ട്. എൻ്റെ കാലൊക്കെ നല്ലോണം പണിയാക്കി ഷോർട്സിന് ഇട്ടത്. ഞാൻ പ്രതീക്ഷിച്ചില്ല കൊതുകുകളൊക്കെ, കാരണം ഇവിടെ കെട്ടി കിടക്കണൊക്കെ ഒഴിവാക്കി. പിന്നെ എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. അത് പോട്ടെ, നമ്മളെ കംപ്ലീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമുക്ക് ഞാൻ ഷോർട്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പാൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മളെ ക്യാനുണ്ട്. ഈ ക്യാനും കൂടി നമുക്ക് സെറ്റ് ചെയ്യണം ഇവിടേക്ക്. ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സൗണ്ടിൻ്റെ ഇതിലേക്ക് പോവാം. സൗണ്ടിൻ്റെ കാര്യത്തിൻ്റെ മുന്നേ ഞാൻ ഇത് ഉണ്ടാക്കിയ വെൻറ്റ് പൈപ്പാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം അടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അടിയിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ പീസാണ്. ഇത് നമുക്ക് സാധാരണ എല്ലാ മുറിച്ച് പൈപ്പിൻ്റെ കടയിലൊക്കെ കിട്ടാനുണ്ടാവും. അവിടുന്ന് വാങ്ങിയാൽ മതി. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ അത് ഞാൻ ഇതുമലേക്ക് വെൽഡ് ചെയ്യിപ്പിച്ച് നേരെ ഇവിടുന്ന് കട്ട് ചെയ്ത്, ഇത് മറ്റേ ആദ്യം എൻ്റെ കയ്യിലുള്ള ഒരു വെൻറ്റ് പൈപ്പ് ഇനി. അപ്പം അത് ഞാൻ ഇത് ഇവിടെ കട്ട് ചെയ്ത്, പിന്നെ മറ്റേ ഇങ്ങോട്ട് വെൽഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ വെൽഡ് ചെയ്ത് പിന്നെ മേലോട്ടേക്ക് നോക്കുക. മേലോട്ടേക്ക് നോക്കുമ്പം ഇത് സിംഗിൾ പീസ് ബെൻറ്റ് പൈപ്പ് അല്ല. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വെൽഡ് ചെയ്യാത്ത ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ടച്ച്, കാരണം ഇത് തൊട്ടില്ല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് തട്ടോ ഇല്ലേ എന്നുള്ളൊരു പേടിയുണ്ട് ഇനി. അതുകൊണ്ടാണിത് 2 പീസായി. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്യാവശ്യം പാക്കിംഗ് ഒക്കെ വെച്ചിട്ട് ഇത് ടൈറ്റില്ല. അതുകൊണ്ട് എയർ ലീക്കൊന്നും ആവണില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഒയ്യോ, വണ്ടി ഗിയറിലാണ് തോന്നുന്നു. അപ്പം നോട്ടറിയുന്നു. വണ്ടിയുടെ സൗണ്ടാണ് മോനെ, ഇതാണ് സീന്. എല്ലാവർക്കും ഈ മറ്റേ നമ്മൾ R1M വെക്കുമ്പോൾ ഉള്ള ഇതാണ് കാരണം. എന്തൊക്കെയോ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഐഡിൽ നിൽക്കട്ടെ വണ്ടി. എന്തായാലും എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം പോലെയാണ്. നമ്മൾ ഇനി റബ്ബ് ചെയ്ത് കേട്ടോ നിങ്ങൾ. ഓ, ഇതാണ് മോനെ. ചെറുതായിട്ട് നോക്കാം.
ഒരു പൈപ്പും കൂടിയാണത്. അതാണ് വീണാലാണ് എനിക്കൊരു പേടി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രക്കുള്ള നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ നമ്മളെ വണ്ടീനെ കുറച്ച് എന്തൊക്കെയാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കണത് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അപ്പം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ബൈ.